ഹലോ ഓൾ, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവാലുവേഷൻ്റെ ക്ലാസ്സാണ് എടുക്കുന്നത്. അപ്പം നമ്മൾ സെയിം പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഇവാലുവേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതൊരു 8 മിനിറ്റ് സ്റ്റേഷനാണ്. ഇതിൽ നിങ്ങൾക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ എഴുതാനായിട്ട് നോട്ട് എഴുതാനൊരു പേപ്പറുണ്ട്. ഞാനെപ്പോഴും നിങ്ങളുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു 2 മിനിറ്റത്തേക്കിന് അതിൻ്റെ ഒരു നോട്ടൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് ബാക്കി ഒരു 6 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പറയുന്നതാണ് നല്ലത്. അപ്പം നിങ്ങൾക്കൊരു ഓർഡർ കിട്ടും, എങ്ങനെയാണ് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് പറയേണ്ടതെന്നുള്ളത് കിട്ടുമ്പോൾ തന്നെ വായിച്ചിട്ട് എഴുതാൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പോയിൻ്റ് മിസ്സായി എന്നിരിക്കും. അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത് പോലൊരു സിനാരിയോ ആയിരിക്കും ആദ്യം കിട്ടുന്നത്. ആദ്യം തന്നെ നിങ്ങളുടെ നെയിം അവിടെ ഫില്ല് ചെയ്യണം, കാൻഡിഡേറ്റ് നെയിമിൻ്റെ അടുത്ത്. പിന്നെ സിനാരിയോ വായിച്ചു നോക്കുക. സിനാരിയോ വായിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ പേഷ്യൻ്റ് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ആകുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ആകുന്നത്. ഈ 2 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ജെയിം ഈസ് ബീങ് ട്രാൻസ്ഫേർഡ് ടു ദ പ്രീ ഡിസ്ചാർജ് ലോഞ്ചിലോട്ടാണ് ട്രാൻസ്ഫർ ആകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഹാൻഡ് ഓവർ കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യൻ്റ് ലേറ്റർ ഈവനിങ്ങിൽ ഡിസ്ചാർജ് ആവുകയാണ്, അതാണ് റീസൺ. അപ്പോൾ ഇത് നമ്മൾ വിളിക്കുമ്പം പറയേണ്ട കാര്യമാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. പിന്നെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ഓഫ് കെയർ ലെറ്റർ ടു എൻഷ്യൂർ ദ റിസീവിംഗ് നഴ്സ് ഹാവ് എ ഫുൾ ആൻഡ് ആക്യുറേറ്റ് പിക്ചർ ഓഫ് ദ ജെയിംസ് ഹിസ്റ്ററി ആൻഡ് നീഡ്സ്. നമ്മുടെ പേഷ്യൻ്റെ ഹിസ്റ്ററി നീഡ്സും എല്ലാം പറയണം. പിന്നെ പേഷ്യൻറ്റിൻ്റെ ഒബ്സർവേഷൻ കൊടുത്തിട്ടുണ്ട്, ന്യൂസ് സ്കോറും കൊടുത്തിട്ടുണ്ട്, അതും നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒബ്സ് അല്ലെങ്കിൽ ന്യൂസ് എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത് നമ്മൾ ആദ്യം ചെയ്ത അസസ്മെൻറ്റിൻ്റെ പേപ്പേഴ്സ് ആയിരിക്കും. നമുക്ക് ഇവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കയ്യിൽ അസസ്മെൻറ്റ്, പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ എല്ലാ പേപ്പേഴ്സും കാണും. നിങ്ങളതൊരു ചെറിയ നോട്ടായിട്ടൊരു 2 മിനിറ്റ് കൊണ്ട് എന്തൊക്കെ എവിടെയൊക്കെ പറയണം എന്ന് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ബാക്കിയുള്ള 6 മിനിറ്റിൽ നിങ്ങൾ വെർബലൈസ് ചെയ്യുക നിങ്ങളുടെ ഹാൻഡ് ഓവർ എസ് ബാർ മെത്തേഡിൽ. നമ്മളിവിടെ എസ് ബാർ മെത്തേഡിലാണ് ഹാൻഡ് ഓവർ ചെയ്യേണ്ടത്. അടുത്തതായിട്ട് നമ്മൾ സിനാരിയോയിൽ തന്നെ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഡേയും ടൈമും. അപ്പോൾ നമ്മുടെ സിനാരിയോയിൽ തന്നിരിക്കുന്നത് ടുഡേ ആണ്, ടൈം 18 hours. അപ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം. അപ്പം ആകെ സിനാരിയോയിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇങ്ങോട്ടാണ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഹാൻഡ് ഓവർ ചെയ്യുന്നത്, ടൈം, ഡേറ്റ്, പിന്നെ എല്ലാ അഡ്മിഷൻ സമയത്തെ ന്യൂസ് സ്കോറും വൈറ്റൽ സയൻസും അതുപോലെ കറൻ്റ് ഉള്ള വൈറ്റൽ സയൻസും ഇതും ശ്രദ്ധിക്കണം. അപ്പം എങ്ങനെയാണ് എസ് ബാർ മെത്തേഡിൽ ഹാൻഡ് ഓവർ ചെയ്യുന്നതെന്ന് നോക്കാം. എസ് ബാർ മെത്തേഡിൽ ഹാൻഡ് ഓവർ ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് ദാണ്ട് ഈ സ്ക്രീനിൽ കാണുന്നത് കണക്കൊരു പേപ്പറായിരിക്കും തരുന്നത്. ആ പേപ്പറിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എസ് ബാർ മെത്തേഡ് എന്താണെന്ന്. അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫില്ല് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ 2 മിനിറ്റ്, അതിനൊരു പർട്ടിക്കുലർ ടൈം ലിമിറ്റ് ഇല്ല. നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും നോട്ട് പ്രിപ്പയർ ചെയ്യാൻ എടുക്കാം, എത്ര നേരം വേണമെങ്കിലും ഹാൻഡ് ഓവർ കൊടുക്കാൻ എടുക്കാം. പക്ഷേ അത് 8 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം ഈ 4 കാര്യങ്ങളും, അതാണ് പ്രത്യേകത. അപ്പോൾ പിന്നെ നിങ്ങൾ പ്രാക്ടീസ് തന്നെ ചെയ്യുക, നിങ്ങളുടെ ടൈം എങ്ങനെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാന്നുള്ളത്. അപ്പം എസ് ബാർ മെത്തേഡ് എന്താണെന്ന് നോക്കാം. എസ് ബാർ എന്ന് വെച്ചാൽ എസ് സിറ്റുവേഷൻ, ബി ബാക്ക്ഗ്രൗണ്ട്, എ അസസ്മെൻറ്റ്, ആർ റെക്കമെൻഡേഷൻ. അങ്ങനെയാണ് എസ് ബാർ മെത്തേഡിൽ ഹാൻഡ് ഓവർ ചെയ്യേണ്ടത്. അപ്പം ഇതെന്തൊക്കെയാണ് ഓരോന്നിൻ്റെ അണ്ടറിൽ വരുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എസ് എന്ന് വെച്ചാൽ സിറ്റുവേഷനിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ, ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആൻഡ് ക്ലിനിക്കൽ സെറ്റിംഗ്. നമ്മളുടെ പേരെന്താണ്, നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയുക. സെക്കൻഡ് പറയേണ്ടത് പേഷ്യൻ്റ് ഡീറ്റെയിൽസ്, പേഷ്യൻ്റെ പേര്, ഏജ്, അല്ലെന്നുണ്ടെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത്, മെയിലാണോ ഫീമെയിലാണോ എന്നുള്ള കാര്യം പറയുക. റീസൺ, നമ്മൾ എന്തിനാണ് വിളിക്കുന്നത് എന്ന് പറയുക. നമ്മുടെ സിനാരിയോയിൽ നമ്മൾ വായിച്ചല്ലോ, എന്താണ്, പേഷ്യൻ്റ് ലേറ്റർ ഈവനിങ്ങിന് ഡിസ്ചാർജ് ആവുകയാണ്, അതുകൊണ്ട് പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അപ്പം അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. നെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ, ഡേറ്റ് ഓഫ് അഡ്മിഷൻ, എന്നാണ് പേഷ്യൻ്റ് അഡ്മിറ്റ് ആയത് എന്ന് പറയുക. റീസൺ, എന്തുകൊണ്ടാണ് പേഷ്യൻ്റ് അഡ്മിറ്റ് ആയത്, അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമ്മുടെ അസസ്മെൻറ്റിലെ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റും പേഷ്യൻ്റ് എന്തുകൊണ്ടാണ് അഡ്മിറ്റ് ആയത്, എന്നാണ് അഡ്മിറ്റ് ആയത്, എന്തായിരുന്നു പേഷ്യൻ്റ് ഡയഗ്നോസിസ് എന്നുള്ളത്. അപ്പം അസസ്മെൻറ്റ് പേപ്പർ എടുത്ത് നോക്കിയിട്ട് അത് നിങ്ങളുടെ ഫില്ല് ചെയ്യാൻ തന്നിരിക്കുന്ന പേപ്പറിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്തൊരു നോട്ട് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേപ്പർ മറിച്ച് നിങ്ങൾക്ക് ടൈം തികയാതെ വരും, കൺഫ്യൂഷനാകും, ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് മിസ്സായി പോകും. അതുകൊണ്ട് നിങ്ങൾ എഴുതി വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അത് കഴിഞ്ഞിട്ട് പ്രീവിയസ് മെഡിക്കൽ ഹിസ്റ്ററി ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി, അതും ബാക്ക്ഗ്രൗണ്ടിലാണ് പറയേണ്ടത്. അത് നിങ്ങൾ എവിടെ നിന്നാണ് എടുക്കേണ്ടതും അതും അസസ്മെൻറ്റിലെ പേപ്പറിൻ്റെ അകത്ത് കിട്ടും. പ്രീവിയസ് മെഡിക്കൽ ഹിസ്റ്ററിയും എന്തൊക്കെയാണ് സോഷ്യൽ ഹിസ്റ്ററി എന്നുള്ളത്. കറണ്ട് ഇവൻറ്റ്സ്, അപ്പം അതെന്തൊക്കെയാണ്, ഇപ്പം പേഷ്യൻ്റെ കണ്ടീഷൻ എന്താണ്, ഫൈൻഡിങ്സ് എന്താണ്, അസസ്മെൻറ്റ്. അതായത് കറണ്ട് ഇവൻറ്റ്സ് എന്താണ്, പേഷ്യൻ്റ് സ്റ്റേബിൾ ആണെന്ന് പറയാം. ഫൈൻഡിങ്സ് എന്താണ്, ഇവിടെ കൊടുത്തിരിക്കുന്ന വൈറ്റൽ സയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതെല്ലാം പറയാം. ഇത്രയും കാര്യങ്ങളാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഉൾപ്പെടുത്തേണ്ടത്. ഇനി നെക്സ്റ്റ് പോകുന്നത് അസസ്മെൻറ്റിലോട്ടാണ്.
അസസ്മെൻറ്റിലോട്ട് പോകുമ്പം റീസെൻറ്റ് ഒബ്സർവേഷൻസ്, അതായത് ഇപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നതിന് തൊട്ട് മുന്നിലത്തെ ഒബ്സർവേഷൻ എന്തൊക്കെയാണ് അത് പറയുക. മെയിൻ നഴ്സിംഗ് നീഡ്സ്, എന്തെങ്കിലും ആവശ്യമുണ്ടോ, പേഷ്യൻ്റ് ഇപ്പോൾ ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ എന്ത് പറയാം, പേഷ്യൻറ്റിൻ്റെ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യണം. അല്ലെങ്കിൽ മൊബിലിറ്റിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പറയുക, എന്താണെന്ന് വെച്ചാൽ അതവിടെ പറയണം. പിന്നെ ഇൻ്റർവെൻഷൻ, മെഡിക്കൽ നഴ്സിംഗ് എന്തെങ്കിലും ഇൻ്റർവെൻഷൻസ് ചെയ്യാനുണ്ടെങ്കിൽ അത് പറയുക. കൺസേൺ, പേഷ്യൻ്റ് എന്തെങ്കിലും അലർജിക്കാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ പർട്ടിക്കുലർ കൺസേൺ ഉണ്ട്, പേഷ്യൻ്റ് എന്തെങ്കിലും വാക്കിംഗ് എയ്ഡ് വേണോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിവിടെ നമുക്ക് പറയാം. ഇനി റെക്കമെൻഡേഷൻ, വാട്ട് ടു കണ്ടിന്യൂ, എന്തൊക്കെയാണ് ഇനി കണ്ടിന്യൂ ചെയ്യേണ്ടത്, അതും നമുക്ക് തന്നിരിക്കുന്ന നോട്ട്സിൽ കാണും. പേഷ്യൻ്റ് എന്തെങ്കിലും കണ്ടിന്യൂ ചെയ്യാനുണ്ടോ എന്ന്, ഫിസിയോതെറാപ്പി ചിലപ്പം കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയും. വൂണ്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ വൂണ്ട് ഡ്രസ്സിങ് ചെയ്യണമെന്ന് പറയും. ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഇൻസുലിൻ മോണിറ്റർ ചെയ്യണമെന്ന് പറയും. ഇതൊക്കെ നമ്മുടെ കേസ് നോട്ടിൽ തന്നിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ എടുത്ത് എഴുതുക. പ്ലാൻ ഓഫ് ആക്ഷൻ, അതിന് എന്ത് ആക്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്, നമ്മൾ ഡിസ്ട്രിക്ട് നഴ്സ് റെഫറൽ ചെയ്തു അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി റെഫറൽ ചെയ്തു, അതൊക്കെ ഇവിടെ പറയണം. അപ്പോൾ മനസ്സിലായല്ലോ സിറ്റുവേഷൻ, ബാക്ക്ഗ്രൗണ്ട്, അസസ്മെൻറ്റ്, റെക്കമെൻഡേഷൻ, ഈ കാര്യങ്ങളിലെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന്. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മളുടെ പേഷ്യൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമ്മളിപ്പം അസസ്മെൻറ്റ്, പ്ലാനിങ്, ഇംപ്ലിമെൻറ്റേഷൻ, ഇവാലുവേഷൻ എല്ലാം ഡിസ്കസ് ചെയ്തല്ലോ ജെയിംസ് ഹെൻറിയുടെ ഡീറ്റെയിൽസ് വെച്ചിട്ട്. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ജെയിംസ് ഹെൻറിയുടെ ഇവാലുവേഷൻ എങ്ങനെ ചെയ്യാമെന്ന്. ഞാനിപ്പം ഒരു മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഇവാലുവേഷൻ ചെയ്യുന്നത് എന്നുള്ളത്. ഇതാണ് മോഡൽ. ചിലപ്പം ക്ലിയർ ആകത്തില്ലായിരിക്കും, ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കും. അപ്പം നിങ്ങൾ ജസ്റ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഇതൊരു വേറെ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ്. അപ്പോൾ ആ പേഷ്യൻറ്റിൻ്റെ ഹാൻഡ് ഓവർ നമ്മൾ കൊടുക്കുന്നതായിട്ടാണ് ഞാനിപ്പം ജസ്റ്റ് ഒരു നോട്ട് പറയാൻ പോകുന്നത്. അപ്പം സിറ്റുവേഷനിൽ പറയുന്നത് ഹായ് മെഡിക്കൽ ടീം, നമ്മളിപ്പം ഡിസ്ചാർജ് ലോഞ്ചിലോട്ടാണ് വിളിക്കുന്നതെങ്കിൽ ഹായ് ഡിസ്ചാർജ് ലോഞ്ച് ടീം എന്ന് വേണം പറയാൻ. എങ്ങോട്ടാണോ വിളിക്കുന്നത് അവരുടെ പേര് വെച്ചിട്ട് സല്യൂട്ടേഷൻ ചെയ്യുക. മൈ നെയിം ഈസ്, നിങ്ങളുടെ പേര് അവിടെ എന്താണെന്ന് പറയുക. ആൻഡ് ഐ ആം ദ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് നഴ്സ് ഹു ഹാസ് ബീൻ ലുക്കിംഗ് ആഫ്റ്റർ ജെയിംസ്. നമുക്ക് അവിടെ നിങ്ങളുടെ റോള് പറയാം, നിങ്ങളാണ് ആ പേഷ്യൻറ്റിനെ നോക്കുന്നത് എന്ന് പറയാം. എന്നിട്ട് പേഷ്യൻ്റെ ഫുൾ നെയിം പറയാം. ആൻഡ് ഹിസ് ഫുൾ നെയിം ഈസ് ജെയിംസ് ടൈലർ, ഹിസ് ഡേറ്റ് ഓഫ് ബർത്ത് ഈസ് XYZ ആൻഡ് ഹിസ് ഹോസ്പിറ്റൽ നമ്പർ ഈസ് XYZ. ഇത്രയും കാര്യങ്ങളാണ് പറയേണ്ടത്. അത് കഴിഞ്ഞിട്ട് പറയാം, ജെയിംസ് കണ്ടീഷൻ ഹാസ് ബീൻ സ്റ്റെബിലൈസ്ഡ് സിൻ ഹിസ് പ്രസൻറ്റേഷൻ ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് and therefore he is now ready to be transferred to the medical ward. ഇത്രയും കാര്യങ്ങളാണ് സിറ്റുവേഷൻ്റെ അകത്ത് പറയേണ്ടത്. നിങ്ങൾ ആരാണെന്ന് പറയുക, നിങ്ങളുടെ റോൾ എന്താണ് എന്ന് പറയുക, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് വിളിക്കുന്നതെന്ന് പറയുക, പേഷ്യൻറ്റിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, NHS ID, കറൻ്റ്ലി പേഷ്യൻ്റെ കണ്ടീഷൻ എന്താണ്, പേഷ്യൻറ്റിനെ ഡിസ്ചാർജ് ചെയ്യാനാണോ ട്രാൻസ്ഫർ ചെയ്യാനാണോ എന്തിനാണ് വിളിക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ് സിറ്റുവേഷനിൽ. ഇനി നമുക്ക് നെക്സ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറയാം. ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നത് ജെയിംസ് പ്രസൻറ്റഡ് ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ടുഡേ എന്ന് പറഞ്ഞിട്ട് തേഴ്സ്ഡേ, എന്നിട്ട് ഡേറ്റ് ഏതാണെന്ന് പറയുക, 23rd February 2023 with the complaints of chest pain and breathing difficulty and was diagnosed with chest infection. അപ്പോൾ എന്തൊക്കെയാണ് പറയേണ്ടത്, പേഷ്യൻ്റ് ഏത് ഡേറ്റിലാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്, എന്ത് കാരണം കൊണ്ടാണ് അഡ്മിറ്റ് ആയത്, എന്നിട്ട് എന്താണ് അതിനെ ഡയഗ്നോസ് ചെയ്തത്, ഇത്രയും കാര്യങ്ങൾ പറയുക. പിന്നീട് പറയേണ്ടത് ജെയിംസ് ഹാസ് എ ഹിസ്റ്ററി ഓഫ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് ടേക്ക് ആൻറ്റി ഹൈപ്പർടെൻസി ടു കൺട്രോൾ ഹിസ് ബ്ലഡ് പ്രഷർ. പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയാണ് അടുത്തത് പറയേണ്ടത്. നേരത്തെ എന്തൊക്കെ ഡിസീസ് കണ്ടീഷൻ ഉണ്ടായിരുന്നു, അതിന് എന്തൊക്കെ മെഡിസിൻ എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറയുക. അത് കഴിഞ്ഞിട്ട് എന്ത് പറയാം, പിന്നീട് പറയേണ്ടത് സോഷ്യൽ ഹിസ്റ്ററിയാണ്. ആരുടെ കൂടെ താമസിക്കുന്നു, മൊബിലിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സോഷ്യൽ ഹിസ്റ്ററിയിലെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണോ നമുക്ക് സിനാരിയോയിൽ തരുന്നത് അത് മുഴുവൻ വായിക്കുക. ഇവിടെ ഇപ്പം ജെയിംസ് ഈസ് എ സോൾ കെയറർ ഓഫ് ഹിസ് വൈഫ് അറ്റ് ഹോം and has a voice difficulty recently with his mobility using his walking stick due to swelling of his left foot. James stated overall he is feeling better since admission to the emergency department. However, he still complains of moderate level of pain and breathing difficulty. ഇതാണ് ഇവിടെ സോഷ്യൽ ഹിസ്റ്ററിയിലായിട്ട് പറയുന്നത്. പേഷ്യൻറ്റിൻ്റെ ആരുടെ കൂടെ താമസിക്കുന്നു, പേഷ്യൻ്റെ മൊബിലിറ്റിയിൽ ഈ പ്രോബ്ലം ഉണ്ട്, ലെഗ് സ്വെല്ലിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ വാക്കിംഗ് സ്റ്റിക്ക് യൂസ് ചെയ്യുന്നു. പേഷ്യൻ്റ് ഇപ്പോൾ പറയുന്നത് അഡ്മിഷനേക്കാളും ബെറ്ററായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, എങ്കിലും പെയിൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ പറയേണ്ടത്. ബാക്ക്ഗ്രൗണ്ട് ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഇനി അസസ്മെൻറ്റിലോട്ട് പോകുമ്പം അസസ്മെൻറ്റിൽ പറയേണ്ട കാര്യങ്ങൾ, ജെയിംസ് മോസ്റ്റ് റീസെൻറ്റ് ഒബ്സർവേഷൻ വെയർ എന്ന് പറഞ്ഞിട്ട് ടെമ്പറേച്ചർ, പൾസ്,
എല്ലാ കാര്യങ്ങളും പറയുക. മനസ്സിലായോ? എന്നിട്ട് അതിൻ്റെ ന്യൂസ് സ്കോറും പറയുക. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് കമ്പയർ ചെയ്ത് വേണമെങ്കിൽ ഓരോന്നോരോന്നായിട്ട് പറയാം. ഓൺ അഡ്മിഷൻ ജെയിംസ് വൈറ്റൽ സയൻസ് വെയർ എന്ന് പറഞ്ഞിട്ട് അഡ്മിഷൻ സമയത്ത് നമ്മൾ ചെയ്ത അസസ്മെൻ്റ് ഇല്ലേ, അതിലെ ഒബ്സർവേഷൻസ് ഫുള്ള് പറയുക, അതിലെ ന്യൂസ് സ്കോർ പറയുക. അത് കഴിഞ്ഞിട്ട് കറൻ്റ്ലി അല്ലെങ്കിൽ ഹിസ് മോസ്റ്റ് റീസെൻ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ നമ്മളുടെ ഇവാലുവേഷൻ സിനാരിയോയിൽ തന്നിരിക്കുന്ന ഒബ്സർവേഷനും ന്യൂസ് സ്കോറും പറയുക. അങ്ങനെ രണ്ടും കമ്പയർ ചെയ്ത് വൈറ്റൽ സയൻസ് ഫുള്ള് പറയുക, ന്യൂസ് സ്കോർ പറയുക. എന്നിട്ട് എന്താണ് പറയേണ്ടത്? ഫ്രം ജെയിംസ് വൈറ്റൽ സയൻസ് ഹിസ് മെയിൻ നഴ്സിംഗ് നീഡ് ഇൻക്ലൂഡ് മോണിറ്ററിങ് ഹിസ് റെസ്പിറേറ്ററി റേറ്റ്. എന്താണ് മെയിൻ നീഡ് എന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും എലിവേഷൻ ഉണ്ടെങ്കിലാണ് അത് പറയേണ്ടത്. അതല്ല എല്ലാം സ്റ്റേബിൾ ആണെങ്കിൽ അത് ഓക്കെ. കറൻ്റ്ലി ഹിസ് വൈറ്റൽ സയൻസ് വെയർ സ്റ്റേബിൾ എന്ന് പറയാം. പിന്നെ അതുപോലെ പേഷ്യൻ്റ് പെയിൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പെയിൻ കംപ്ലൈൻറ്റ് പറഞ്ഞു, അത് മോണിറ്റർ ചെയ്യണം എന്ന് പറയാം. പിന്നെന്താണ്, ഇത്രയാണ് പറയേണ്ടത് കേട്ടോ അസസ്മെൻറ്റിൽ. ഇനി റെക്കമെൻഡേഷൻ വരുമ്പോൾ എന്തൊക്കെ പറയാം? പേഷ്യൻ്റ് നമ്മൾ അസസ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പെയിനോ മൊബിലിറ്റിയോ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാം. റെക്കമെൻഡേഷനായിട്ട് ഡ്യൂറിങ് അസസ്മെൻറ്റ് ജെയിംസ് എക്സ്പ്രസ്ഡ് കൺസേൺ അബൌട്ട് ദ കെയർ ഓഫ് ഹിസ് വൈഫ് അറ്റ് ഹോം, ദെയർഫോർ റെഫറിങ് ജെയിംസ് ടു സോഷ്യൽ വർക്കർ. അപ്പം എന്തെങ്കിലും പേഷ്യൻ്റ് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറയുന്നുണ്ടെങ്കിൽ, വൈഫിനെ നോക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ, സോഷ്യൽ ഹിസ്റ്ററിയിൽ പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൊബിലിറ്റിയിൽ എന്തെങ്കിലും പ്രോബ്ലം പറയുന്നുണ്ടെങ്കിൽ, പെയിനായിട്ട് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ഇതെല്ലാം നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ്റെ അകത്ത് പറയാം. ഫിസിയോതെറാപ്പി ടീമിനെ റെഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് നഴ്സിനെ റെഫർ ചെയ്യുന്നു, അങ്ങനെ എന്തെങ്കിലും റെഫറിങ് കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് പ്ലാനിങ്ങിനെ ബേസ് ചെയ്ത് എഴുതാം. പ്ലാനിങ്ങിൽ നമ്മൾ എഴുതാറില്ലേ പേഷ്യൻ്റ് എന്തൊക്കെയുണ്ടെന്ന്, അത് വേണമെങ്കിൽ ഇവിടെ എഴുതാം കേട്ടോ. ഇതൊക്കെയാണ് റെക്കമെൻഡേഷൻ്റെ അകത്ത് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമുക്ക് എന്ത് പറയാം? താങ്ക് യു ഫോർ ടേക്കിംഗ് ഓവർ കെയർ ഓഫ് ജെയിംസ്, ഹാവ് എ ഗുഡ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞ് വേണം നമ്മളുടെ ഇവാലുവേഷൻ അവസാനിപ്പിക്കാനായിട്ട്. അപ്പം സിറ്റുവേഷൻ, ബാക്ക്ഗ്രൗണ്ട്, അസസ്മെൻറ്റ്, റെക്കമെൻഡേഷൻ, ഇതാണ് എസ് ബാർ. ഇത് നിങ്ങൾക്ക് ക്ലിയറായി എന്ന് കരുതുന്നു. പിന്നെ ഇത് നോട്ട് എഴുതി വെച്ച് തന്നെ പറയാൻ ശ്രമിക്കുക. കാരണം എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫെയിലാകും. അതുകൊണ്ട് ജസ്റ്റ് ഓടിച്ച് എന്തൊക്കെ കാര്യങ്ങൾ എവിടെയൊക്കെ പറയാം എന്നുള്ളൊരു നോട്ട് പ്രിപ്പയർ ചെയ്ത് 2 മിനിറ്റ് എടുത്ത് അല്ലെങ്കിൽ 3 മിനിറ്റ് എടുത്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് ടൈമിൽ പറയുക. നിങ്ങൾ പിന്നെ ടെൻഷൻ ആവണ്ട. എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ മിസ്സായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ ലാസ്റ്റ് അസസറിനോട് പറയുക, അസസർ ഐ ഫോർഗോട്ട് ടു എക്സ്പ്ലെയിൻ റിഗാർഡിങ് എന്താണോ കാര്യം അത് എന്ന് പറഞ്ഞിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുക കേട്ടോ, ടൈം ലിമിറ്റിനുള്ളിൽ. അപ്പോൾ ഇവാലുവേഷൻ ക്ലിയറായി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.